ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇപ്പം മഴക്കാലമല്ലേ, അതുപോലെ തന്നെ ഇപ്പോൾ അപകടമൊക്കെ നടന്ന സമയമായതുകൊണ്ട് കടൽ മീനൊക്കെ വാങ്ങിക്കാൻ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ ആ സമയത്തൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ഉണക്ക നെത്തോലി ഉണ്ടല്ലോ, ഉണക്ക നെത്തോലിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 2 പച്ചക്ക, ഒരു മുരിങ്ങയ്ക്ക, 2 തക്കാളി, കുറച്ച് കറിവേപ്പിലയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് ഒരു മുറി തേങ്ങ, 1/2 ടീസ്പൂൺ ജീരകം, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു 5-6 അല്ലി ചുവന്നുള്ളി, ഒരു 6 പച്ചമുളക്, ചെറിയ പച്ചമുളക് ആയതുകൊണ്ട് 6 എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. ഇനി കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചട്ടിയിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന കായ, മുരിങ്ങയ്ക്കായ ഇത് ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്ത് ചില പൊടികളൂടി ചേർക്കാനുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. മുങ്ങി നിൽക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ കായൊക്കെ പകുതി വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന നെത്തോലി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടി വേവിച്ചെടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ടൊരു 3-4 മിനിറ്റ് കൂടി ഇത് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം. അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഞാൻ ഈ സമയം ഉപ്പ് നോക്കിയിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കത് മൂടി വെച്ച് കൊടുക്കാം. ഞാനിതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കിയ സമയത്ത് ഇതിന് പുളി കുറവാണെന്ന് തോന്നി കേട്ടോ. അപ്പോൾ ശകലം പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അതുകൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ തിളച്ച് വരട്ടെ. അപ്പോൾ തിളച്ച് വറ്റി വന്നിട്ടുണ്ട്, കണ്ടാലറിയാമല്ലോ. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കടുകും മുളകും കറിവേപ്പില എല്ലാം കൂടെ താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉണക്ക നെത്തോലി, മുരിങ്ങയ്ക്ക, കായ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു രസമാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഇങ്ങനെ കറി വെക്കുമ്പോൾ അതിൻ്റെ കൂടെ രസവും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി രസത്തിൻ്റെ റെസിപ്പിയാണിത്. തയ്യാറാക്കിയിരിക്കുന്നത് മാങ്ങ കൊണ്ടാണ് കേട്ടോ. ഒരു മാങ്ങ കൊണ്ട് തയ്യാറാക്കിയ രസമാണ്. അടിപൊളി ടേസ്റ്റുള്ള രസമായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനൊരു ഇടത്തരം മാങ്ങ ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, 5-6 ചുവന്നുള്ളി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം. ഇഞ്ചി ഞാനൊരു വലിയ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ചെറുതാക്കി ഇട്ട് കൊടുക്കാം. 1 ഇഞ്ച് കഷ്ണത്തിലുള്ള ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചുകൊണ്ട് അതിനകത്ത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ചതയ്ക്കാം കേട്ടോ. രസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ കറിവേപ്പിലയും കൂടി ചേർത്ത് ചതച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ അരപ്പ് എണ്ണയിൽ കിടന്നൊന്ന് മൂക്കണം.
ഒന്ന് മൂത്ത് വരട്ടെ. പിന്നെ ചില പൊടികളൊക്കെ ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാനുണ്ട് കേട്ടോ. ഈ അരപ്പൊന്ന് മൂത്ത് വരട്ടെ. ഇനി അടുത്തായിട്ടൊരു 3 ഉണക്കമുളക് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണക്കമുളക് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില നമ്മൾ ചതച്ചിട്ടുണ്ട്, എന്നാലും കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം 1-2 പൊടികളൂടി ഇട്ട് കൊടുക്കാനുണ്ട്. ആദ്യം നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു ടീസ്പൂൺ മുളക് ചതച്ചാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. നമ്മൾ നേരത്തെ കുരുമുളകൊക്കെ ചേർത്തിട്ടുണ്ട്, പിന്നെ ഉണക്കമുളക് ചേർത്തിട്ടുണ്ട്. എൻ്റെ കൂടെ 1 ടീസ്പൂൺ ചതച്ച മുളക് പൊടി ചേർത്തിട്ടുണ്ട്. സമയത്ത് മാങ്ങയും കൂടി ചേർത്ത് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ആദ്യം നമുക്ക് മാങ്ങ വേകാനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 1 ടീസ്പൂൺ ശർക്കര പൊടിച്ചാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് കേട്ടോ. ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അഴുക്കൊന്നുമില്ലാത്ത ശർക്കരപ്പൊടിയാണ് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ആ മാങ്ങയൊക്കെ ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ഉടച്ചുകൂടി കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് ഉടയ്ക്കേണ്ട, കുറച്ചൊക്കെ അങ്ങ് ഉടച്ചെടുക്കും. ഇവിടെ ഈ മാങ്ങ കഷ്ണങ്ങളായിട്ട് ഇടുന്ന അത് മാറ്റി വെച്ചിട്ട് എടുക്കും കേട്ടോ. അതുകൊണ്ട് ഞാനിത് ഉടച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കൺസിസ്റ്റൻസി എത്രയാണോ വേണ്ടത് അതനുസരിച്ചുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചൊന്ന് ഒന്നുകൂടി തിളപ്പിക്കാം. അപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് കായപ്പൊടിയും കുറച്ച് മല്ലിയിലയും ചേർക്കണം കേട്ടോ. കായപ്പൊടി ചേർത്തൊന്ന് ഇളക്കിയിട്ട് നമുക്ക് മല്ലിയില കൂടി ചേർക്കാം. ഒരു പിടി മല്ലിയില ഞാൻ കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള രസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.